സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയിൽ മത്സരത്തിനിറങ്ങി സാന്ദ്ര തോമസ്. പത്രിക സമർപ്പിക്കാനെത്തിയത് പർദ്ദയിട്ട്. ഓഗസ്റ്റ് 14 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും. സൈഫുനിസ അലിയാറാണ് ചേരുന്നത് വിവരങ്ങളുമായി. സൈഫുനിസ, ഈ പത്രിക സമർപ്പിക്കാനെത്തിയ സാന്ദ്രയോട് സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഈ പർദ്ദ അണിഞ്ഞുകൊണ്ടൊക്കെ എത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം? എന്താണ് അവർ പറയുന്നത്? ലക്ഷ്മി പത്മ, സാന്ദ്ര പത്രിക നൽകാൻ എത്തിയിട്ടേ ഉള്ളൂ. പത്രിക നൽകി പുറത്തിറങ്ങിയ ശേഷം സാന്ദ്ര പ്രതികരിക്കും. പർദ്ദയിട്ടുകൊണ്ടാണ് സാന്ദ്ര ഇന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ പത്രിക നൽകാൻ എത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് സാന്ദ്ര മത്സരിക്കുന്നത്. ഓഗസ്റ്റ് 14 തെരഞ്ഞെടുപ്പ്. ഈ പർദ്ദയിട്ടുകൊണ്ട് സാന്ദ്ര വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ സംഘടനയ്ക്കുള്ളിൽ സംഘടനയിലെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർക്കെതിരെ സാന്ദ്ര ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത്, ഈ സംഘടനയുടെ ഒരു യോഗം നടക്കുന്നതിനിടെ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം ഉണ്ടായി എന്നുള്ളതായിരുന്നു. അന്ന് ഈ ഹേമ കമ്മിറ്റി വിവാദങ്ങൾ ഉണ്ടായതിന്റെ ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി വിവാദങ്ങൾക്ക് പിന്നാലെയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ സാന്ദ്രയുടെ ഒരു പരാതി വരികയും പിന്നീട് ഈ ആൻഡ്രോ ജോസഫ്, ബി രാകേഷ് അടക്കമുള്ള പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നിലവിലെ ഭാരവാഹിത്വത്തിൽ നിൽക്കുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത്. അതിനുശേഷം ഈ കഴിഞ്ഞ ഏപ്രിലിൽ അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ 4 വരെ പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വിചാരണ നടപടികളൊക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പർദ്ദയിട്ടുകൊണ്ട് അത്തരം ലൈംഗിക അധിക്ഷേപം തനിക്കെതിരെ ഉണ്ടായി എന്ന് പരാതി ഉന്നയിച്ച സാന്ദ്ര തോമസ് ഇപ്പോൾ ഈ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഓഫീസിലേക്ക് പത്രിക നൽകാൻ എത്തിയപ്പോൾ അത് തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്, അതായത് ഒരു വനിത എന്ന രീതിയിൽ, ഒരു സ്ത്രീ നിർമ്മാതാവ് എന്ന രീതിയിൽ തനിക്കെതിരെ ഉണ്ടായ ഇത്തരം മോശം അനുഭവങ്ങളെ ചെറുക്കുക എന്നതിന്റെ ഭാഗമായി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് പർദ്ദയിട്ടുകൊണ്ട് സാന്ദ്ര തോമസ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സാന്ദ്ര പുറത്തേക്ക് വരും, മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യും. ഈ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പലപ്പോഴുമുള്ള പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഈ സംഘടനയിലെ നിലവിലെ ഭാരവാഹികൾക്കെതിരെ പരസ്യ യുദ്ധം വരെ നടത്തുകയും ചെയ്തിരിക്കുന്ന ആളാണ് സാന്ദ്ര തോമസ്. ഇക്കഴിഞ്ഞ വിവരങ്ങൾക്കായി അടുത്ത മണിക്കൂറിൽ എത്താം. ഏതായാലും സാന്ദ്രയുടെ പർദ്ദ ചുഴിഞ്ഞു നോട്ട ആരോപണക്കാർക്ക് എതിരായിട്ടുള്ള അവർക്ക് നേരെയുള്ള ഒരു മറുപടി കൂടി ആണ്